Welcome back to Bina's Competitive Mastery Kodamangalam, and also welcome to our last class of the best investment I ever made. So students, we were looking for the activities. So today the chapter was over from these the exist or the rest of the four activities. So shall we move to our activities? Okay students. So എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റീസൊക്കെ നോക്കിയിരുന്നോ? നമ്മൾ ലെറ്റസ് മൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി, അതായത് ആക്ടിവിറ്റി 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആർക്കും ഒരു ഡൗട്ടില്ലല്ലോ? ഓക്കെ, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓക്കെ, ടുഡേ വി വർ ഡിസ്കസ്ഡ് ദ ആക്ടിവിറ്റി 2. സോ can we check our question? What is that question is? Okay, it's a grammar portion. It's about closed word classes and open word classes. So first of all we check the question. Activity 2. Look how the words in the first paragraph of the story are categorized into 2 word classes in the following table. So എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു പാരഗ്രാഫിൽ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ ഒരു പാരഗ്രാഫിനെ തിരിക്കാം. 2 വേൾഡ് ക്ലാസ്സസ് ആയിട്ടാണ് ഈ ഒരു പാരഗ്രാഫിനെ തിരിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, എന്താണ് ഈ വേർഡ് ക്ലാസ്സസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് എന്താണ് വേർഡ് ക്ലാസ്സസ് എന്ന്? വേർഡ്സിനെ ഓരോ ക്ലാസ്സസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടികളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ക്ലാസ്സിൽ കുട്ടികളെ ഡിവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇറ്റ്സ് മസ്റ്റ് ബി എ ഗുഡ് ആവറേജ് ആൻഡ് എക്സലൻറ്റ് സ്റ്റുഡൻസ്. സോ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് വേർഡ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ക്വസ്റ്റ്യൻ വായിക്കാം. On the second day, out from the New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest to avoid the tedium of casual and importunate shipboard contacts. I gave no sign of having noticed the man. അല്ലേ? ഈ പാരഗ്രാഫ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ആ ഒരു പാരാഗ്രാഫ് സെഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? മിസ്റ്റർ ജോൺ വർ ലുക്കിംഗ് ഫോർ അവർ ഓദർ ഈഗർലി ഫോർ ടോക്കിംഗ് ടു ഹിം. ആ ഒരു പാരാഗ്രാഫാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് വേർഡ് ക്ലാസ്സസ് ആണ് അല്ലേ? യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ദ വേർഡ്സ് you use in your speech and writing belong to different categories. A few examples for each word classes are given in the table below. Pick out more examples from the story and fill the table. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു വേർഡ്സ് കേട്ടിട്ടുണ്ട്. ആൻഡ് ഫ്യൂ എക്സാമ്പിൾസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ഇതിലാണ് വരുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് എന്താണ് വേർഡ് ക്ലാസ്സസ് നമുക്ക് നോക്കാം. അവിടെ കുഞ്ഞൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് വേർഡ് ക്ലാസ്. ഒന്ന് നോക്കിക്കേ. The word categorized or classes like determiners, pronouns, preposition and conjunctions are closed word class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടല്ലേ? ഡിറ്റർമൈനേഴ്സ് എന്താണ്, അതുപോലെ തന്നെ എന്താ പ്രൊണൗൺ എന്താണ്, പ്രിപ്പോസിഷൻ എന്താണ്, കൺജക്ഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓഫ് വേർഡ്സിൽ വരുന്നത്. ഡിറ്റർമൈനേഴ്സ് ഉണ്ട്, പിന്നെ പ്രൊണൗൺസ് ഉണ്ട്, പ്രിപ്പോസിഷൻസ് ഉണ്ട്, കൺജങ്ഷൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ വരും? ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസിൽ വരും. ഇനി ഡിറ്റർമൈനേഴ്സ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടാവും. ഡിറ്റർമൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിൻ്റെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റീനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറ്റർമൈനേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അതുകൊണ്ട് ഞാനിവിടെ കുറച്ചാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് മാത്രമായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഡീറ്റെയിലിംഗ് പോലെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഡിറ്റർമൈനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അതാണ്. അടുത്തത് എന്താണ്? പ്രൊണൗൺസ് എന്താണ്? പ്രൊണൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊണൗൺസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറയും? ദ വേർഡ് വിച്ച് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ് ആർ കോൾഡ് പ്രൊണൗൺസ്. ദ എക്സാമ്പിൾസ് ലൈക്ക് ഷീ, ദേ, യു,
he, his, him, them, you, my, our, his, her, their, its, your എന്നൊക്കെ പറയുന്ന കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ പ്രൊനൗൺസിൽ കാണുന്നത്. അടുത്തത് എന്താ? പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻ എന്താ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ എന്താണ് പ്രിപ്പോസിഷൻ? the word which shows the relationship between two nouns in the same sentence. ഒരു സെൻറ്റൻസിൽ വരുന്ന രണ്ട് നൗൺസിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ വേർഡ്സിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു? ഒരു സെൻറ്റൻസ് വായിക്കാം. ദ ബോൾ ഈസ് അണ്ടർ ദി ടേബിൾ. അതിൽ രണ്ട് നൗൺസിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് എന്താ? അണ്ടർ ആണ്. അപ്പം അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താ പ്രിപ്പോസിഷൻ? ഓക്കെ, അടുത്തത് എന്താ? കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? കൺജങ്ഷൻ എന്താണ്? ടു സെൻറ്റൻസസ് ടുഗെദർ ടു മേക്ക് എ സിംഗിൾ സെൻറ്റൻസ് അല്ലേ? രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ്, അല്ലെങ്കിൽ അതൊരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതിനെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അതിന് ആഡ് ചെയ്ത് പോകുന്ന വേർഡ്സിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾസ് ഒക്കെ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എക്സാമ്പിൾസ് എന്തായിരുന്നു എന്ന്? ഓറുണ്ട്, പിന്നെന്താണ്? ബിഫോറുണ്ട്, ആൻഡുണ്ട്, ബിക്കോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വേർഡ്സ് നമ്മൾ കൺജങ്ഷനിലും കണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസിൽ വരുന്നത്. ഓർമ്മയിരിക്കണം, ഡിറ്റർമൈനേഴ്സ്, പ്രൊനൗൺസ്. ഡിറ്റർമൈനേഴ്സ്, pronouns, preposition and conjunctions are included in the open word class. ഓക്കെ, കൺജങ്ഷനും പ്രിപ്പോസിഷനും തമ്മിൽ മാറിപ്പോരുത്. പ്രൊനൗൺസ് രണ്ടിനെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രിപ്പോസിഷനും. കൺജങ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ സെൻറ്റൻസ് ആക്കി നമ്മൾ യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വേർഡ്സിനെയുമാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസിൽ ഡിറ്റർമൈനേഴ്സിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രൊനൗണിൽ കൊടുത്തിട്ടുണ്ട് ഐ ആൻഡ് മീ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഓർ ഔട്ട്, കൺജങ്ഷൻ ദാറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഓപ്പൺ വേർഡ് ക്ലാസ്. എന്താണ് ഓപ്പൺ വേർഡ് ക്ലാസ്? ദേ ആർ സോ കോൾഡ് ബിക്കോസ് നോ ന്യൂ വേർഡ് ഈസ് ആഡഡ് ടു such classes in the course of time. But in word classes like nouns, verbs, adjectives, adverbs, new words are being added. Such classes of words are termed as open word classes. എപ്പോഴും ഓപ്പൺ ആണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു വേർഡിനൊപ്പം ആഡ് ചെയ്ത് പോവാം. ദാറ്റ് ടൈപ്പ് ഓഫ് വേർഡ്സിനെയാണ്, ദാറ്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസിനെയാണ് ഓപ്പൺ വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഓപ്പൺ വേർഡ് ക്ലാസ്സസ്? അതിൽ വരുന്നതാണ് നൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്. നൗൺ എന്താണ്? നെയിമിങ് വേർഡ്സിനെയാണ് നമ്മൾ നൗൺസ് എന്ന് പറയുന്നത്. വേർബിനെ പറയുന്നത് എന്താണ്? ആക്ഷൻ വേർഡ്സ്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ പറയുന്നതാണ് വെർബ്. ഇതേപോലെ തന്നെ അഡ്ജക്റ്റീവ് എന്താണ്? നമ്മൾ നൗൺസിൻ്റെ ഒപ്പം ആഡപ്പ് ചെയ്ത് പോകുന്ന വേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ വേർബ്സിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് പോകുന്ന വേർഡ്സ്. ഓക്കെ, ഇതിലും അതുപോലെ തന്നെ ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ വേർഡ് ക്ലാസ്സും ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സും എന്താണെന്ന് മനസ്സിലായോ? മാറിപ്പോരുത് കേട്ടോ അത് രണ്ടും. ഓക്കെ, ഇനി ഈ ഒരു സ്ലൈഡിൽ കൊടുത്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു എന്താണ് ഓപ്പൺ വേർഡ് ക്ലാസ്, എന്താണ് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് എന്ന് ജസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. വേർഡ് ക്ലാസ്സസ് മേ ബി എയ്തർ ഓപ്പൺ ഓർ ക്ലോസ്ഡ്. ഓക്കെ, വേർഡ് ക്ലാസ്സസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ്. ആൻ ഓപ്പൺ ക്ലാസ് ഈസ് വൺ ദാറ്റ് കോമൺലി ആക്സെപ്റ്റ് ദ അഡീഷൻ ഓഫ് ന്യൂ വേർഡ്സ്. അല്ലേ? ഓപ്പൺ എന്ന് പറഞ്ഞാൽ അഡീഷണലി നമ്മൾ ആഡ് ചെയ്ത് പോകുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് ആൻ ഓപ്പൺ വേർഡ് ക്ലാസ്. ആൻഡ് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഈസ് വൺ ടു വിച്ച് ന്യൂ ഐറ്റംസ് ആർ വെരി റെയർലി ആഡഡ്. അതിനെന്തിനാണ്? ചിലപ്പോഴേ നമ്മൾ ആ സെൻറ്റൻസുകളിൽ ആഡ് ചെയ്ത് പോവുകയുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓപ്പൺ ക്ലാസ്സസ് നോർമലി കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് വേർഡ്സ്. ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലിൽ കൂടി ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. സോ എത്ര വേണമെങ്കിലും വേർഡ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് പോവാം. ദാറ്റ് ഈസ് നോൺ എസ് ഓപ്പൺ വേർഡ് ക്ലാസ്സസ്.
എക്സാമ്പിൾ സച്ചസ് ഏതൊക്കെയാണ്? നൗൺസ്, പ്രൊനൗൺസ്. അതുപോലെ തന്നെ പ്രൊനൗൺസ് ഇല്ല കേട്ടോ, നൗൺസ് ഉണ്ട്, വെർബുണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, ആഡ്വേർബ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ കൊടുക്കും? ഓപ്പൺ വേർഡ് ക്ലാസ്സിൽ കൊടുക്കും. അല്ലാതെ വരുന്ന ചെറിയ ചെറിയ വാക്കുകളെയാണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നത്? ഓഫ് കോഴ്സ് ആൻഡ് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസിൽ വരുന്ന ഡിറ്റർമൈനേഴ്സ്, പ്രൊനൗൺസ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാരഗ്രാഫ് അല്ലേ. 1 on the second day out from New York while making the round of the promenade deck I suddenly became aware that one of the passengers was watching me closely എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെൻറ്റൻസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വായിച്ചിട്ട് ഏതൊക്കെയാണ് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസിൽ വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ് മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഓപ്പൺ വേർഡ് ക്ലാസ്സസ് ഏതൊക്കെയാണ് മാറ്റി വെക്കുക. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചിട്ട് ആദ്യം സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ആൻസർ എഴുതി നോക്കണം. നിങ്ങൾ ആ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഓരോ നൗൺ പാർട്ടും വെർബും പ്രൊനൗണും കൺജങ്ഷനും പ്രിപ്പോസിഷനും എല്ലാം നോക്കിയതിന് ശേഷം നിങ്ങളിത് ആൻസർ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങളിത് പഠിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി അത് കഴിഞ്ഞവരെന്ത് ചെയ്യണം? ആൻസർ നോക്കുക. ആൻസർ നോക്കിയ ശേഷം പറ്റുന്നവർ ഇതൊക്കെ ഒന്ന് കാണാപ്പാടെ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, കാരണം നമുക്ക് ചില വേർഡ്സ് ഡൗട്ട് വരും. ഇപ്പം ഗ്രാമറിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് അത് യൂസ്ഫുള്ളാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഇനി ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് ഡിറ്റർമൈനേഴ്സിൽ വരുന്ന വേർഡ്സ് ഏതൊക്കെയായിരിക്കും? ആ പാരഗ്രാഫിൽ നിന്ന് ജസ്റ്റ് നമ്മൾ എഴുതാൻ പോവാണ്. ദ, വൺ, എവ്രി, ഇതൊക്കെ ഡിറ്റർമൈനേഴ്സ് ആണ്. ബിക്കോസ് ഓഫ് വാട്ട് ദേ ആർ എൻ, അതിൽ ഒരു ക്വാണ്ടിഫയറിങ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിഫയേഴ്സാണ് ഇതൊക്കെ ശരിക്കും. ഡിറ്റർമൈനേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിഫയേഴ്സിനെയാണ്. അതിൽ വൺ ഓഫ് ദ തിങ് എന്ന് പറയുന്നത് ക്വാണ്ടിഫയർ ആണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പഠിച്ചിരുന്നു അല്ലേ. മെനി ഡോഗ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്നൊക്കെ പറയുന്നതാണ്. ഒരു കുറേ ആൾക്കാർ കൂടി ചേർന്നിരിക്കുന്ന കുറേ സംഭവങ്ങളെ നമ്മൾ നോട്ട് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ഡിറ്റർമൈനേഴ്സ് ഓർ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ദ, വൺ, എവ്രി എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ എന്ത് പറയും? ഡിറ്റർമൈനേഴ്സ് എന്ന് പറയും. അടുത്തതറിയാം പ്രൊനൗൺ. ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പ്രൊനൗൺസ്, നൗൺസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെ പറയുന്നതാണ് പ്രൊനൗൺസ്. ഐ, മീ, ഹിസ്, ഇതൊക്കെ പ്രൊനൗൺസിൽ പെടും. ഇതൊക്കെ നമ്മൾ പാരാഗ്രാഫിൽ നിന്ന് എടുത്തെഴുതിയതാണേ, മറക്കരുത്. പ്രിപ്പോസിഷനാണ് ഓൺ, ഔട്ട്, ഫ്രം, ഓഫ്, വിത്ത്, ടു. അടുത്തത് കൺജങ്ഷൻ, വൈൽ, ദാറ്റ്, ആൻഡ്. ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. ഡൗട്ടില്ലല്ലോ? ഓക്കെ, ദെൻ വി വിൽ മൂവ് ടു ഓപ്പൺ വേർഡ് ക്ലാസ്. ഓപ്പൺ വേർഡ് ക്ലാസ്സിൽ വരുന്നത് നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്. ഓക്കെ, നൗൺ ഏതൊക്കെയായിരിക്കും? നെയിം, പ്ലേസ്, തിങ്സ് ഓർക്കുക, എന്നിട്ട് അതനുസരിച്ച് എഴുതുക. ഡേ, ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. പ്രൊമനേഡ്, ഇറ്റ്സ് ആൻ നമ്മൾ ഇതിൻ്റെയൊക്കെ മീനിങ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മറിച്ച് ഓരോന്ന് നോക്കി കണ്ടുപിടിക്കുക, അതിൻ്റെ മീനിങ്സ് കണ്ടുപിടിക്കാൻ പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഡെക്ക്, പാസഞ്ചേഴ്സ്, ഗെയ്സ്, ടൈം, സ്റ്റേഡിയം, ഷിപ്പ് ബോർഡ്, ഇതെല്ലാം കോണ്ടാക്ട്, സൈൻ, മാൻ, ഇതെല്ലാം എന്താണ്? നൗൺസിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതാണ് വെർബ്. മേക്കിംഗ്, ചെയ്യുന്നു. ബിക്കെയിം, വാസ്, വാച്ചിങ്, ഫോളോയിങ്, പാസ്റ്റ്, വാണ്ടഡ്, റെസ്റ്റ്, അവോയ്ഡ്, ഗേവ്, ഹാവിങ്, നോട്ടിസ്ഡ്. ഇതൊക്കെ എന്താണ്? വേർബ്സ് ആണ്. ഇറ്റ്സ് ആൻ ആക്ഷൻ വേർഡ്സ് ആണ്. ഓക്കെ, അടുത്തത് അഡ്ജക്റ്റീവ്, റൗണ്ട്, സെക്കൻഡ്, അവെയർ, കാഷ്വൽ, ഇമ്പോർഷനേറ്റ്, നൗ. ഇതൊക്കെ വരുന്നത് എന്തിലാണ്? അഡ്ജക്റ്റീവ്സിലാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആഡ്വേർബ്, ദാറ്റ് ഈസ് സഡൻലി ആൻഡ് ക്ലോസ്ഡ്. ഇതെന്തിനാണ്? വേർബിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ ആഡ്വേർബ്സ് എന്ന് പറയുന്നു. ഇതെല്ലാം നമ്മൾ ഓപ്പൺ വേർഡ് ക്ലാസ്സിൽ വരുന്നതാണ്. അതായത് ഏത് സെൻറ്റൻസിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേർഡ്സാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പൺ വേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. അത് ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 2 പറയുന്നത്. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് എങ്കിലും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തെങ്കിലും വെക്കുക. എപ്പോഴും അല്ലെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും പോകണം, മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ വായിച്ചേ പഠിക്കുകയുള്ളൂ നമ്മൾ കേട്ടോ.
Okay, we were moving to our next activity, that is activity 3. എന്താണല്ലോ പറയാൻ നോക്കാം. Read the following sentences. Listen to a single story is the refusal of truth. Applause of the audience energized the athletes. Racism had deeply affected the life of the African Americans. Freedom is the birthright of an individual. Nightingales have a musical voice. Climate changes threaten the life on Earth. These paintings are very creative. Each of us should be a protector of nature. The arguments against fossil fuel consumption is stronger nowadays. He seemed affected by it, troubled, rather touching diffidence. Education will enlighten the minds of people. He went on with the same awkwardness. He found time to act as director of a charitable organization. ഈ ഒരു സെൻറ്റൻസിൽ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു. എന്താണ് അതിൽ കാണേണ്ടത് അല്ലേ? കുറേ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, അതിന് നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതിനെ എഗെയിൻസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? കുറേ കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. ആൻഡ് വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ? Pick out the words highlighted in these sentences and complete the table. And all of you, please take your textbook. In this picture, you didn't see that important words or an highlighted words. So, all of you should take your textbook and look this activity. So, you can see that the highlighted words, refusal. In the first sentence, we can see that highlighted word is refusal. The second sentence, the energize. Third sentence, racism. Fourth one is freedom. And the next sentence, musical. And threaten, creative, protector, argument, stronger, dividends, enlighten, awkwardness, and organization. These are the highlighted words in this paragraph. Okay. So, എന്താണ് പറഞ്ഞിരിക്കുന്നത്? We can see that word, root word and suffixes. And the question is continue ചെയ്തു പോയിട്ടുണ്ട് to the next page. The root word had changed its form or class after suffixation. Categorize them on the basis of derivation and shown in the table below. അപ്പോൾ അതിൽ നമ്മൾ സഫിക്സേഷൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതൊരു ഡെറിവേഷൻ പോലെ ഓരോ ബോക്സസിലേക്ക് മാറ്റുക. എങ്ങനത്തെ ബോക്സസിലാണ് മാറ്റേണ്ടത്? നൗൺ സഫിക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്, വെർബ് സഫിക്സസ് ഉണ്ട്, അഡ്ജക്റ്റീവ് സഫിക്സസ് ഉണ്ട്. നമുക്കറിയാം എന്തറിയാം, നൗൺ എന്താണെന്നറിയാം, വെർബ് എന്താണെന്നറിയാം, അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് പറയാം അല്ലേ? ഇതിനൊക്കെ മുമ്പ് എന്താണ് സഫിക്സസ് ആൻഡ് പ്രിഫിക്സസ്? നിങ്ങൾക്കറിയോ എന്താണ് സഫിക്സ് ആൻഡ് പ്രിഫിക്സ് എന്നറിയോ? ഓക്കെ, നമുക്ക് ആദ്യം അത് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ അല്ലേ? സോ വാട്ട് ഈസ് പ്രിഫിക്സ്? എന്താണ് പ്രിഫിക്സ് ആദ്യം നോക്കാം. എ പ്രിഫിക്സ് ഈസ് എ വേർഡ് പാർട്ട് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ് ദാറ്റ് ചേഞ്ചസ് ദ വേർഡ്സ് മീനിങ്. പ്രിഫിക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേർഡിൻ്റെ മുൻപിൽ ചേർക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഗിനിങ് ഓഫ് ദി വേർഡ്. അതപ്പോൾ എന്ത് വേർഡാവും? അത് ചിലപ്പോൾ ഒരു വേർഡ് വേറെ മീനിങ്ഫുൾ ആയിട്ടുള്ള വേറൊരു വേർഡായിട്ട് മാറും. ആൻഡ് വാട്ട് ഈസ് സഫിക്സ്? A suffix is a word part added to the end of a word. നിങ്ങൾ ഓർത്തിരിക്കുക, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗിനിങ്ങിൽ ചേർക്കുന്നതും, സഫിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ചേർക്കുന്നതും, അല്ലെങ്കിൽ ആഡഡ് ടു ദ എൻഡ് ഓഫ് എ വേർഡ് ദാറ്റ് ചേഞ്ചസ് ദ വേർഡ് മീനിങ്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് അപ്പാടെ മാറും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അതാണ് സഫിക്സും പ്രിഫിക്സും. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും എന്താണ് സഫിക്സ് പ്രിഫിക്സ് ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. Learning the meaning of prefixes and suffixes will help to expand your vocabulary, which will help improve your writing. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് നമ്മൾ വൊക്കാബുലറീസ് പഠിക്കാൻ വേണ്ടി ഒരുപാട് വേർഡ്സ് പഠിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു പ്രിഫിക്സ് സഫിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിഗിനിങ്ങിലും എൻഡ് ഓഫ് ദ വേർഡിലും ചേർക്കുമ്പോൾ ആ ഒരു വേർഡിൻ്റെ മീനിങ് അപ്പാടെ മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ വേർഡും കൂടി പഠിച്ചു.
അപ്പോൾ നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ എന്താണ് സഫിക്സ് പ്രിഫിക്സ് എന്ന്. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഓക്കെ, നമുക്കിവിടെ ആദ്യം എന്താ വേർഡിൽ എന്താ എഴുതേണ്ടത്, ആദ്യം എല്ലാം ആ ഒരു ഹൈലൈറ്റഡ് വേർഡ്സ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് ബോക്സിലേക്ക് എഴുതുക. നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് റെഫ്യൂസൽ എന്ന് പറഞ്ഞൊരു ആദ്യത്തെ വേർഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റൂട്ട് വേർഡ് എന്താണ്? യെസ്, ഓഫ് കോഴ്സ് റെഫ്യൂസ്. അതിൻ്റെ സഫിക്സ് എന്താണ്? സഫിക്സ് എന്തായിരുന്നു? നമ്മളിവിടെ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് സഫിക്സസ് എന്നാണ്. സഫിക്സസിലാണ് നമ്മൾ ആഡ് ചെയ്യാൻ കൂടുതലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? കാറ്റഗറൈസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നൗൺ സഫിക്സസ് ഏതൊക്കെയാണ്, വെർബ് സഫിക്സസ് ഏതൊക്കെയാണ്, അഡ്ജക്റ്റീവ് സഫിക്സസ് ഏതൊക്കെയാണ്. നമ്മളിവിടെ നിന്ന് എന്തൊക്കെ പഠിച്ചു? ആ വേർഡ് പഠിച്ചു, അതിൻ്റെ റൂട്ട് വേർഡ് പഠിച്ചു, അതിൻ്റെ സഫിക്സസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. ഓക്കെ, ഇനി ഈ ഒരു കാറ്റഗറി ഓഫ് വേർഡ്സിൽ നമ്മൾ നൗൺ ഏതൊക്കെയാണ്, വെർബ് ഏതൊക്കെയാണ്, അഡ്ജക്റ്റീവ് ഏതൊക്കെയാണ്, അഡ്ജക്റ്റീവ് സഫിക്സസ് ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇത് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നൗൺസ് മാറ്റി എഴുതുക, വെർബുകൾ മാറ്റി എഴുതുക, അതേപോലെ തന്നെ അഡ്ജക്റ്റീവ്സും മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. റെഫ്യൂസൽ എന്താണ്? നൗൺ ആണോ, വെർബാണോ, അഡ്ജക്റ്റീവ് ആണോ? യെസ്, ഇറ്റ്സ് എൻ നൗൺ വേർഡ് അല്ലേ. ഇത് നൗൺ വേർഡ് ആണെന്ന് ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് വെർബ് സഫിക്സസ് എന്താണ്? എനർജൈസ്. അഡ്ജക്റ്റീവ് സഫിക്സസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ. ഓക്കെ, ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്ന വേർഡ്സാണ്. അത് നിങ്ങൾ ഇതിൽ നിന്ന് ഒന്ന് കണ്ടുപിടിച്ച് എഴുതി നോക്കിക്കുക എല്ലാവരും. ഏതൊക്കെയായിരിക്കും വെർബ്, ഏതൊക്കെയായിരിക്കും നൗൺ, ഏതൊക്കെയായിരിക്കും അഡ്ജക്റ്റീവ് എന്ന് ഒന്ന് എഴുതി നോക്കിക്കേ. കാരണം ആൻസർ ഒന്ന് കണ്ടാലോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നൗൺ സഫിക്സസിൽ എപ്പോഴും നൗൺ ഫോമാറ്റിലുള്ള വേർഡ്സ് ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വേർഡ്സ് ഏതൊക്കെയാണ്? റെഫ്യൂസൽ, റേസിസം, ഫ്രീഡം, പ്രൊട്ടക്റ്റർ, ആർഗ്യുമെൻറ്റ്, ഡിവിഡൻസ്, ഓക്വേർഡ്നെസ്, ഓർഗനൈസേഷൻ. ദീസ് വേർഡ്സ് ആർ അണ്ടർ ദ നൗൺ സഫിക്സസ്. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞാൽ നെയിമിങ് വേർഡ്സ്, തിങ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര്, ഇതൊക്കെ പറയാനാണ് നമ്മൾ നൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് വെർബ്. വെർബ് എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ്. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവനത് കിട്ടിയ ഒരു കാര്യമാണ് അല്ലേ. എൻലൈറ്റ്മെൻറ്റ്, എനർജൈസ്, ത്രെറ്റൺ ആർ ദ വെർബ് സഫിക്സസ്. അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? മ്യൂസിക്കൽ ആൻഡ് ക്രിയേറ്റീവ് ആർ ദി അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്താ? നൗൺസിനൊപ്പം ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് സഫിക്സസ് എന്ന് പറയുന്നത്, അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ ആക്ടിവിറ്റി 3 എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അറിയാൻ പാടില്ലാത്തവർ കഴിഞ്ഞ ക്ലാസ്സസൊക്കെ നോക്കിയിട്ട് എന്താണെന്ന് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ അതിലേക്ക് പോകാം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഗ്രാമർ പോർഷൻസ് ആണ് നിങ്ങളുടെ എക്സാംസിന്. ഓക്കെ, അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലായിടത്തും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യുക, ഫില്ലപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, fill in the following passage using appropriate words from the box below. നമുക്കിവിടെ കുറച്ച് ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? maladjusted, paltry, disarming, go on, awkwardness, genuine, importunate, given up, tedium and apparently എന്ന് പറഞ്ഞാൽ കുറച്ച് വേർഡ്സ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ച് ആരെങ്കിലും ഒന്ന് വായിച്ചേ. Okay. The dash of life in old age homes had been pointed out many. The dash all people's face there is mainly out of the dash curiosity of the visitors who come here. Many of the old people are dash because of the long and solitary lives they have to lead there. There are no dash cases of abandoned parents because of the financial conditions of the family. Most of them are dashed by their wealthy children. We have to dash enlightening our youths against the tendency to fly away from their parents. The dash some they send is nothing if they really know the value of the dash smiles that bloom
on the faces of their parents when they are properly cared for in their old age. അല്ലേ? This paragraph is about old age peoples. So much of peoples were in the old age homes, and they was very sad about their childrens. So their childrens were putting them up into that old age homes without any reasons and all. So this is the recent problem we faced in our society. അല്ലേ? ഒരുപാട് അപ്പന്മാരും അമ്മമാരും ഓൾഡ് ഏജ് ഹോംസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ്, അവരുടെ മക്കളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ. ആരാണ് അവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്? അവരുടെ മക്കളാണ്. എന്നാലും അവരോട് വല്ല ദേഷ്യമുണ്ടോ അവർക്ക്? ഇല്ല. എന്തുകൊണ്ടാണ്? അവർ ഞങ്ങൾ കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കൊരു അവരെ നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർക്ക് മനസ്സിലാവുന്നില്ല. അല്ലേ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സൊസൈറ്റിയിൽ നടക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പാരാഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലേ? ഇത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ വേർഡ്സിൻ്റെ മീനിങ്സ് എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഇതൊക്കെ നമ്മൾ ആ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. The tedium of life is old age homes has been pointed out by many. ഇവിടെ ആ ബ്ലൂ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് മിസ് ഔട്ടായി പോയിരിക്കുന്ന വേർഡ്സ് കേട്ടോ. ഞാനത് ഫില്ല് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ആൻസറാണ് ഇത്. എല്ലാവരും ആ ഒരു മീനിങ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ. ഞാൻ കൂടുതൽ പറയാത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. The awkwardness old people face there is mainly out of the importunate curiosity of the visitors who come there. അല്ലേ? The awkwardness old people face there is mainly out of the importunate curiosity of the visitors who come there. Many of the old people are maladjusted because of the long and solitary lives they have to lead there. Apparently there are no genuine cases of abandoned parents because of the financial conditions of the family. Most of them are given up by their wealthy children. We have to go on enlightening our youths against the tendency to fly away from their parents. The paltry sum they send is nothing if they really know the value of the disarming smiles that bloom on the faces of their parents when they are properly cared for in their old age home. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ തീർന്നു. നിങ്ങളിതൊന്ന് നോട്ട്ബുക്കിലേക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലേക്കോ തന്നെ എഴുതി പോവുക. മീനിങ്സ് നോക്കി പഠിക്കുക. ഇനിയും നമ്മൾ ആ മീനിങ്സ് പറഞ്ഞു പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പാരഗ്രാഫ്സിൽ വന്നിരിക്കുന്ന വേർഡ്സ് തന്നെയാണിത്. ഒരുപാട് ന്യൂ വേർഡ്സ് ഉണ്ട്. ഇത്രയും വേർഡ്സ് തന്നെ നിങ്ങളൊന്ന് കാണാപ്പാടും പഠിച്ച് വെക്കുക. അതിൻ്റെ മീനിങ്സ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇതിൻ്റെ മീനിങ് പാർട്ട്, ക്ലോസ്ഡ് വേർബ് ക്ലാസ്സും എല്ലാ വേർഡ് ക്ലാസ്സസും പഠിക്കുക. സഫിക്സ് പ്രിഫിക്സ് പഠിക്കുക, അഡ്ജക്റ്റീവ്സ് പഠിക്കുക. എല്ലാം ഒന്ന് നോക്കി വെക്കുക. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രാമർ പോർഷൻസ് ആണ് കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, സോ താങ്ക് യു. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്താണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി എവർ മെയ്ഡ് ബൈ A.J. Cronin ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ 10 വീഡിയോസ് ഈ ഒരു ക്ലാസ്സിൻ്റെ ആണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.